ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് വെച്ചാൽ എനിക്ക് ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോയ എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അവർ രണ്ടുപേരും ഇളയതും മൂത്തതുമാണ്. അവരുടെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയത്. അവൾ എന്നെക്കാളും ഒരാഴ്ചത്തേക്ക് ഇളയതാണ്. കാരണം അങ്ങനെ പറയാൻ കാരണം എന്നെ ഗുജറാത്തിൽ നിന്ന് പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് ഒരു ലെറ്റർ വന്നു. ഒരാഴ്ച എടുക്കുമല്ലോ എന്നൊക്കെ ലെറ്റർ വരാൻ. ഇങ്ങനെ ഇന്ന ദിവസം പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പം അങ്ങനെയാണ് അവർ കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞത് എന്നെക്കാളും ഒരാഴ്ചത്തേക്കുള്ളത്. ആ സമയത്താണ് അവളെ പ്രസവിച്ചത്. അവർ മൂത്തവരാണ്, രണ്ടാമത്തെ ഇളയത്. രഞ്ജിനി രാജേഷ് എന്നാണ് പേര്. എനിക്ക് തോന്നുന്നവർ ഞങ്ങൾ 3-ലെങ്ങാണ്ട് പഠിക്കുമ്പോൾ അവർ പോയി, അവിടെ നിന്ന് പോയി. കാരണം അവരുടെ ഫാദർ നിലമേലോ കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് താമസമായിരുന്നത്. ആൾക്ക് അവിടെ എന്താ ബിസിനസ് ഒന്നും അങ്ങനെയൊന്നും എനിക്കറിയില്ല, എന്തോ ആയിരുന്നു ജോലി. അങ്ങനെ ഇവരെല്ലാം പോയി. പിന്നെ എനിക്ക് തോന്നിയിട്ട് ഞാനൊരു 4th-ലോ 5th-ലോ പഠിക്കുന്ന സമയത്ത് രാജേഷ് വന്നു. ഒറ്റ ദിവസമേ കണ്ടുള്ളൂ. അപ്പം എന്തോ കാണാത്ത ഒരു ഫ്രണ്ടിനെ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷമില്ല ആ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരിക്കൽ പോലും അവരെ കാണാൻ സാധിച്ചില്ല. പക്ഷെ മനസ്സിലപ്പോഴും നമുക്കൊരു ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോയവരെ കാണാൻ ഭയങ്കര ഒരു ആകാംക്ഷയായിരിക്കില്ലേ, ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് കാണാനേ പറ്റിയില്ല. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നിലമേൽ രാജേഷ് രഞ്ജിനി എന്ന പേര്, അമ്മേൻ്റെ പേര് സുമംഗല, അച്ഛൻ്റെ പേര് മഹേഷ്, ഇത്രേ എനിക്ക് അറിയുള്ളൂ ഡീറ്റെയിൽ ഓർമ്മയിൽ. അവരെ കുറിച്ച് വല്ലതും അറിയെങ്കിൽ എനിക്കൊരു മെസ്സേജ് തന്നേക്ക്. കാരണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരെ ഒന്ന് കാണാനായിട്ട്. ഞാനൊരു 2 കൊല്ലം മുന്നേ അവരെ തേടി, ഇപ്പോഴായിരിക്കും എൻ്റെ വീട്ടിൽ പറയുന്നത്. ഞാൻ കൊല്ലത്തൊക്കെ പോയി അന്വേഷിച്ചു. ആർക്കും വലിയ പിടുത്തമില്ല. അവിടെ വിട്ട് പോയോ എന്നൊന്നും അറിയില്ല, എവിടെയാണെന്നൊന്നും അറിയില്ല. അവരെ കണ്ടെത്താനും സാധിച്ചിട്ടില്ല. അപ്പോൾ എന്നോട് തേടി നടന്നപ്പോൾ, ഇവരെ അന്വേഷിച്ച് നടന്നപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത്, നീ ഇങ്ങനെ അവരെ കാണാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഓക്കെ, പക്ഷേങ്കിൽ ഇവർക്കറിയില്ല ഇവരുടെ നാട് പിടിയാന്ന്. ഒരിക്കലെങ്കിലും അവർ അന്വേഷിച്ച് വന്നിട്ടുണ്ടോ? നിനക്ക് അവരുടെ നാട് അറിയില്ല, പക്ഷെ അവർക്കറിയില്ല അവരുടെ നാട്, അവർ ജനിച്ചതും വളർന്നതും ഇവിടെയാണ്. അവരുടെ ഫാദർ ഓക്കെ അവിടെ, ഇവരിവിടെയാ ജനിച്ചതെന്നൊക്കെ ഇവർക്ക് അറിയില്ലേ. ഇവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും അവർ തേടി വരില്ലേ നമ്മളെ കാണാൻ. അപ്പം അങ്ങോട്ടില്ലാത്ത സ്നേഹം എന്തിനാണ് നീ ഇങ്ങോട്ടില്ലാത്ത സ്നേഹം എന്തിനാണ് നീ അങ്ങോട്ട് കാണിക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയില്ല, എനിക്കെന്തോ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. ഒറ്റ തവണ കണ്ടാൽ മതി എന്നുവെച്ചാൽ ദൂരെ നിന്ന് കാണണമെന്നല്ല. എനിക്കവരെ കണ്ടുവെന്ന് അവരറിയണം എന്നറിയാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് എങ്ങനെ കോണ്ടാക്ട് ചെയ്യണമെന്നും അറിയില്ല അവരെ. ഞാൻ എന്നിട്ട് ഫേസ്ബുക്കിൽ നിലമേലുള്ള കുറേ പേരെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. അതിൽ നിന്നൊന്നും കാണാൻ പറ്റിയില്ല അവരെയൊക്കെ അന്വേഷിച്ചു. ഒരിക്കൽ ഒരാൾ എന്നെ പറഞ്ഞു പറ്റിച്ചു, അത് ഫേക്കാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ പറയാൻ പാടില്ല, അവൻ മരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. എനിക്കത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. രാജേഷ് മരിച്ചു, രഞ്ജിനി ഉണ്ട് അത്രേ, കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ പക്ഷെ എനിക്കെന്താ അത് വിശ്വസിക്കാൻ പറ്റിയില്ല. എനിക്ക് ഫോട്ടോ ഒക്കെ തരില്ലേ, അത് ഫേക്കാണെന്ന് എനിക്ക് തോന്നി. അപ്പം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കൊല്ലമാണോ തിരുവനന്തപുരം ആണോ എന്ന് എനിക്കറിയില്ല. നിലമേൽ എന്ന് പറയുന്ന സ്ഥലമാണെന്ന് മാത്രം അവർ പറഞ്ഞു പോയതൊരു ഓർമ്മ. നിലമേലുണ്ടെന്ന് എനിക്കറിയാം. പോയത് നിലമേൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു പോയത്. അത്രയും ചെറുപ്പത്തിൽ പറഞ്ഞതാണെങ്കിൽ എൻ്റെ മനസ്സിൽ അതുണ്ട്, എൻ്റെ മൈൻഡിൽ അതുണ്ട്. നിലമേലേക്കാണ് പോയത്. ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുക. പേഴ്സണലി ഇതിൽ മെസ്സേജ് അയക്കുക. അവർ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറയുന്ന മാതിരി നാട്ടിലേക്ക് വരിക, നമുക്ക് കാണാം, മീറ്റപ്പ് ചെയ്യാം. എൻ്റെ റിലേറ്റീവ്സിനോട് ചോദിച്ചാൽ എൻ്റെ നമ്പർ കിട്ടും. ഇവർക്കറിയാമല്ലോ എൻ്റെ റിലേറ്റീവ്സ് ആരൊക്കെയാണെന്നൊക്കെ. അത് എന്നെ കാണാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ പറയുന്നത്, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എവിടെ ഉണ്ടെന്ന്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്നെ തേടി വരാം. എനിക്ക് നിങ്ങളെ തേടി വരാൻ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയെങ്കിൽ ഞാൻ തേടി വന്നേനെ. ജസ്റ്റ് ഒന്ന് എനിക്ക് നിങ്ങളെ കണ്ടാൽ മതി, അത്രയേ വേണ്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൂടെ പഠിച്ചത്
സന്ധ്യ റാണി. അവളെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ട്. അവളെ ഞാനും അന്ന് പഠിച്ചത് തിരുവനന്തപുരത്ത് സ്കൂളിൻ്റെ പേര് ഞാൻ പറഞ്ഞു, സിറ്റിക്കകത്താണ്. സ്കൂളിൻ്റെ പേര് പറഞ്ഞു, ഏതൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 3 മന്തോ അങ്ങോട്ട് ഞാൻ ആ സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ. ചിന്നമ്മ മെമ്മോറിയൽ ഗേൾസ് ഹൈസ്കൂൾ, ആ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഗേൾസ് സ്കൂളാണ്. പിന്നെ ബോയ്സ് കുറച്ച് പേരേ ഉള്ളൂ. ബോയ്സ് കുറച്ച് പേരെ, കാരണം അന്ന് പട്ടാളക്കാരുടെ കുട്ടികളെ, അവരുടെ ആൺകുട്ടികളെ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. എക്സ് സർവീസുകാരുടെ മക്കളെ മാത്രം അവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ സ്കൂളിൽ. നല്ല അടിപൊളി സ്കൂളാണ്. ഒരു ഹിന്ദി ടീച്ചർ ഓർമ്മയുണ്ട്, ഷീല. അതിനെ എനിക്ക് ഓർമ്മയുള്ളൂ, വേറെ എനിക്ക് വലിയ ഓർമ്മകളൊന്നുമില്ല. നമ്മുടെ ഗൗരിയമ്മ എൻ്റെ സ്കൂളെങ്ങാണ്ടാണെന്ന് തോന്നുന്നുണ്ട്, അവരെങ്ങാണ്ടാണ് അതിൻ്റെ, ഗൗരിയമ്മേൻ്റെ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവരൊക്കെ നടത്തുന്ന സ്കൂളാണെന്ന് തോന്നുന്നു. അവിടെ പഠിച്ചിരുന്ന സന്ധ്യ റാണി എൻ്റെ ഒപ്പം പഠിച്ചിരുന്നതാണ്. ആളെന്നേക്കാളും മൂത്തതാണ്. ആൾ വേറെ ഏതോ സ്കൂളിൽ പഠിച്ചിട്ട് 2 കൊല്ലം പഠിച്ചിട്ട് എന്തൊക്കെയോ പഠിക്കാൻ പറ്റാണ്ട് നല്ല പഠിപ്പിസ്റ്റായിരുന്നു. അവൾ അന്ന് അവിടെ ഫസ്റ്റ് റാങ്കായിരുന്നു. ആളും ഇതുപോലെ അവിടെ അധികം പഠിച്ചില്ല. ഞാനാ ഫസ്റ്റ് പോയത്. ഞാൻ 3 മന്തേ പഠിച്ചുള്ളൂ. ഞാനാ പോയത്, അവളല്ല. ഒരിക്കൽ അവളമ്മ ഗൾഫിൽ പോകുന്നതിൻ്റെ അന്ന് അവൾ സ്കൂളിലെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, എടി എൻ്റെ അമ്മ ഗൾഫിൽ പോവാടി, എനിക്ക് കാണലോടി, ഇന്ന് പോവും. എനിക്ക് അന്ന് എന്താണ് പരിപാടി, എക്സാം ആണോ ക്ലാസ് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനെന്താക്കി, ഞാനും പഠിപ്പിസ്റ്റായിരുന്നു അന്ന്. അപ്പോൾ പഠിപ്പിസ്റ്റുകൾക്ക് എപ്പോഴും ക്ലാസ്സിൽ സ്കൂളിൽ ഭയങ്കര ഒരു ഇമേജ് ഉണ്ടാവും, അല്ലേ? അങ്ങനെയാണ്. പിന്നെ അപ്പോൾ ഇവളെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നീ പോയിട്ട് വാ. ഞാൻ ചോദിച്ചു, നിനക്ക് വഴി അറിയാം? അന്ന് ഇങ്ങനെ വഴി അറിയോ വീടറിയോ അതൊന്നും അറിയില്ല. അവൾക്ക് വഴി അറിയാം, വീട്ടിലേക്ക് പോകാനുള്ള വഴി അറിയാം. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് പോകാനറിയാം? അറിയും, ഇവിടെ തൊട്ടടുത്ത് തന്നെ വീടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പതിയെ ഗേറ്റിൻ്റെ അവിടെ വരെ ഞാൻ കൊണ്ടാക്കി. ഞാനാണ് ഗേറ്റ് തുറന്ന് അവിടെ പോയത്. ഗേറ്റ് തുറന്ന് ഞാൻ കൊടുത്തു, അവളങ്ങ് പോയി. സെക്യൂരിറ്റി ആരും കണ്ടില്ല. അന്നൊന്നും CCTV ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അവൾക്ക് വേറൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അവരങ്ങനെ പഠിക്കുകയൊന്നുമില്ല. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്, ഞാനും ബെസ്റ്റിയാണ്, വേറൊരു ബെസ്റ്റി ഉണ്ട്. അപ്പോൾ ഇവളെ കാണാത്തോണ്ട് എല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങി, എവിടെ സന്ധ്യ എവിടെയെന്ന്. കുറച്ച് മുന്നേ ഉണ്ടായിരുന്നല്ലോ, സന്ധ്യ കാണുന്നില്ല എന്ന്. അപ്പം ഞാൻ അറിയാണ്ട് മറ്റേ പെണ്ണിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ സന്ധ്യനെ ഗേറ്റ് തുറന്നിട്ട് അവളങ്ങ് പോയി എന്ന് പറയാം, അമ്മ പോവുക ഗൾഫിലേക്കെന്ന് പറഞ്ഞു. ഇവിടെ എന്ന് ടീച്ചറിനോട് പറഞ്ഞു കൊടുത്തു. ടീച്ചേഴ്സെല്ലാം അവളെ അതിലേക്ക് ടീച്ചു. സോറി, ഞാനന്ന് മിണ്ടാണ്ടിരുന്നു, സൈലൻ്റ് ആയിട്ടിരുന്നു. ഞാനാ തുറന്നു വിട്ടേന്ന് പറയാൻ എനിക്കൊരു സാഹചര്യം അവരാരും തന്നില്ല. അവളെ വിലയ്ക്ക് എല്ലാവരും കൂടെ കെട്ടിവെച്ചു. എനിക്കന്ന് സൈലൻ്റായിട്ട് ഇരിക്കേണ്ടി വന്നു. കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഇമേജ് പോവോ, എന്നെ അടിക്കുമോ എന്ന് പേടിച്ചിട്ട് നീ ആണോ എന്ന് പോലും ആരും എന്നോട് ചോദിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഞാനൊന്ന് പറഞ്ഞേനെ. പക്ഷെ ആ ഒരു കുറ്റബോധം എനിക്കുണ്ടായിരുന്നു. അതിനെ വല്ലാണ്ട് കലമ്പയും ചീത്ത പറയുകയൊക്കെ ചെയ്തു. വല്ലാണ്ട് ചീത്ത പറഞ്ഞു, വല്ലാണ്ട് അവരൊക്കെ കലമ്പി അതിൻ്റെ തലയ്ക്ക് കെട്ടിവെച്ചു. തിരിച്ചു വന്നപ്പോൾ അതിനോട് ഞാൻ പറഞ്ഞു, പറയരുത്, കുറച്ച് കഴിയുമ്പോൾ അവൾ വരുമെന്ന് പറഞ്ഞു. 1/2 മണിക്കൂർ കൊണ്ട് അവൾ വരുമെന്ന് പറഞ്ഞു. അവളമ്മയെ കണ്ടിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, നിൻ്റെ ഫ്രണ്ടിനോട് ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ അവൾ ഓടിച്ചെന്ന് ടീച്ചറോട് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ സന്ധ്യ റാണിയും പറഞ്ഞില്ല, ഞാനാണ് സന്ധ്യ റാണിയെ ഗേറ്റ് തുറന്ന് വിട്ട കാര്യം സന്ധ്യ റാണിയും പറഞ്ഞില്ല. അങ്ങനെ ഞാൻ ചെയ്ത തെറ്റ് വേറൊരാളെ തലയിലാവേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു കുറ്റബോധം എൻ്റെ മനസ്സിലുണ്ട്. ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ഈ വീഡിയോ കാണുകയാണെങ്കിൽ 1000 സോറി. ചെറുപ്പത്തിൽ ചെയ്ത കാര്യമാണ്. എന്നാലും നമ്മൾ സോറി ആയിട്ട് തന്നെ പറയണ്ടേ. അതുകൊണ്ട് ഒരുപാട് സോറി. പിന്നെ അതൊക്കെ വിട്ടുവിട്ടോ. ടീച്ചേഴ്സ് അങ്ങനെ ആ ഒരു ദിവസം 1-2 ദിവസം അവളെ വലിയ തെറ്റുകാരി പോലെ ആക്കിയിട്ടുള്ളൂ. സന്ധ്യ റാണിയെ ഇറങ്ങി പോയവൾക്ക് ഒരു പ്രശ്നമില്ല. അങ്ങനെയല്ല, അവളെ ഒന്നും ചെയ്തില്ല. അവളിട്ട് പഠിപ്പിച്ചിട്ടല്ലേ, സ്കൂൾ ഫസ്റ്റ് അല്ലേ. സ്കൂൾ ഫസ്റ്റും ക്ലാസ് ഫസ്റ്റും ഒക്കെയാണ്. അപ്പോൾ
ഭയങ്കര പഠിപ്പിച്ച ഞാൻ അവള് ഭയങ്കര ഇതാണ്, എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഭയങ്കര ചങ്കുമാണ് ഞങ്ങൾ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ പോന്നു. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും വലിയ പൊസിഷനിൽ ഇരിക്കുന്നുണ്ടാവും. എന്താന്ന് പോലും അറിയില്ല, എവിടെയാണെന്നും അറിയില്ല. ഒരിക്കലും കാണാൻ സാധിക്കുമെന്ന് എനിക്കൊട്ട് തോന്നുന്നുമില്ല. ആളുടെ ഇതൊക്കെ പറഞ്ഞാൽ ആൾ നല്ല ഹൈറ്റ് ഉണ്ട്, ഡാർക്ക് സ്കിൻ ട്യൂണാണ്, പിന്നെ ഇരുണ്ട നിറമാണ്, ഹൈറ്റ് ഉണ്ട്, നല്ല പൊക്കമുണ്ട്. അന്ന് നല്ല പൊക്കമുണ്ട് ആള്, നല്ല വണ്ണം ഉണ്ടാകുന്നു, നല്ല വണ്ണമുണ്ട്. ഞാനൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇച്ചിരിയേ ഉള്ളൂ. അവൾ അന്നേ നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മൾ എന്നെ കഴിഞ്ഞ ഒരു 2 വയസ്സിനൊക്കെ മൂത്തതാണ്. നല്ല ഹൈറ്റും ഉണ്ട്, നല്ല വെയിറ്റും ഉണ്ട്. ചിലപ്പോൾ ഇപ്പോൾ പുറത്തൊക്കെ ആയിരിക്കാം. അവളെ കുറിച്ച് പറയാനാണെങ്കിൽ ചിരിയൊക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ വലിയ സൗണ്ടാണ്, ചെറിയ സൗണ്ടൊന്നുമില്ല, വലിയ സൗണ്ടാണ്, വലിയ ബാസ് എടുക്കുന്ന സൗണ്ടാണ്. എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് ആ ഒരു ഫ്രണ്ട് മാത്രമേ ഉള്ളൂ, എൻ്റെ ബെസ്റ്റിയാന്ന് പറയാനായിട്ട് ആ സ്കൂളിൽ നിന്ന് കിട്ടിയത്. വേറെ ബെസ്റ്റികളെയൊന്നും കിട്ടിയില്ല. ബാക്കിയെല്ലാവരോടും സ്നേഹമാണ്. പിന്നെ നമ്മളെങ്ങനെ എല്ലാവരും കെയർ ചെയ്യുന്നതുകൊണ്ട് അന്നത്തെ 1-2 സ്റ്റുഡൻസിന് ദേഷ്യമായിരുന്നു. സ്റ്റുഡൻസിൻ്റെ പേര് എനിക്കറിയില്ല, ഓർമ്മയില്ല. വലുതായിട്ട് കുട്ടികളെയൊക്കെ കൊല്ലണമെന്നൊക്കെ അന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു, വെട്ടിയേച്ച് കൊല്ലണമെന്നൊക്കെ. പേര് ഓർമ്മയില്ല കേട്ടോ. അന്നേ പേര് എനിക്ക് തോന്നുന്നുണ്ട്, ഒന്നിൻ്റെ പേര് അശ്വതി. അത് പാവാണ്, പക്ഷേങ്കിൽ അതിൻ്റെ കൂടെ നടക്കുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. അതാണ് നമ്മളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യാറ്. പക്ഷെ ഞാനൊന്നും ആരോടും പറയില്ല. എന്നെ സന്ധ്യാറാണിയായിരുന്നു ശീലിട്ട് എന്നെ നുള്ളാനൊക്കെ പറയുമ്പോൾ നമ്മൾ തിക്കി തിരക്കിയൊക്കെ പോവില്ലേ, ക്ലാസ്സൊക്കെ വിടും, അപ്പോൾ നുള്ളയൊക്കെ ചെയ്യും. അപ്പം എനിക്കറിയാം എവിടെയാണ് തെളിവില്ലല്ലോ, ഞാൻ ആ നുള്ളും കൊണ്ട് അങ്ങ് പോകും. പക്ഷേ സന്ധ്യാറാണിയുടെ കൈ കിട്ടി അവളെല്ലാം കൊടുക്കും. ഞാൻ പറയും പോട്ടെ എന്ന് പറയും. പക്ഷെ അതിൻ്റെ ഒന്നും പേരറിയില്ല കേട്ടോ. അതിൻ്റെ അമ്മ എങ്ങാണ്ട് അന്ന് സിനിമയിലായിരുന്നു എന്നറിയാം, ആ പെണ്ണിൻ്റെ അമ്മ, ഈ നുള്ളുന്ന പെണ്ണിൻ്റെ അമ്മ. മറ്റേ പെണ്ണിനെ എനിക്ക് വലിയ പിടുത്തമില്ല. പിന്നെ വേറൊരു പെണ്ണുണ്ടായിരുന്നു, അത് ഭയങ്കര ഫുൾ ബഡായി ആയിരുന്നു. ഫുൾ ബഡായി പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. ആള് പാവ, പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ എപ്പോഴും ഒരു ബഡായി എന്ന് വെച്ചാൽ സത്യമാണ് എന്നൊക്കെ അറിയില്ല, സത്യമാണോ ഇല്ലയോ എന്നൊക്കെ അറിയില്ല, എന്താണെന്നറിയില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ആള്. ഓ എൻ്റെ അങ്കിൾ ഇന്നലെ വന്നു, എൻ്റെ ആൻറ്റി ഇന്നലെ വന്നു, അത് കൊണ്ടുവന്നു ഇത് കൊണ്ടുവന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ പിള്ളേരെല്ലാം അതിനൊക്കെ ഇഷ്ടപ്പെടുന്നു. പക്ഷെ ടി വി കണ്ടായത് ഒരു ആക്ടറുടെ ഭാര്യയാണ്. ഞാനൊരു ഇൻ്റർവ്യൂവിൽ കണ്ടപ്പോഴാണ്, ആരാന്ന് പറയാനായിട്ട് ആക്ടറുടെ പേര് എനിക്കറിയില്ല, അയാളുടെ ഭാര്യയാണ്. ഞാനൊരിക്കൽ ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അവളെ പേര് മനസ്സിലോ ഓർമ്മയില്ല. അപ്പോൾ അവൾ പഠിച്ച സ്കൂളിൽ ചോദിച്ചപ്പം ഈ സ്കൂളെല്ലാം പറഞ്ഞു. എനിക്ക് തോന്നുന്നു അവിടെ നിന്നൊക്കെ മാറിയിട്ടുണ്ടാവാം, 10ഒക്കെ കഴിഞ്ഞപ്പോൾ മാറിയിട്ടുണ്ടാവും. ഞാനൊരു 3 മന്ത് പഠിച്ചിട്ടുള്ളൂ. പിന്നീട് പഠിച്ച സ്കൂളിൻ്റെ കാര്യമായിരിക്കും അവൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ആ സ്കൂളിൽ 10th വരെ എങ്ങാണ്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു, എൻ്റെ ഒരു ഓർമ്മ. അതെ, അത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ കുട്ടിക്കാലത്തെ വിശേഷം. സന്ധ്യാറാണി കാണാൻ വളരെ ആഗ്രഹമുണ്ട്. ചിലപ്പോൾ പുറത്തായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഹൈ ലെവൽ എവിടെയെങ്കിലും ആയിരിക്കാം. പിന്നെ രഞ്ജിനി, രാജേഷ്, ഇവരെ കുറിച്ചും അറിയില്ല. അവർ 3 പേരെയും കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇതാണ് എൻ്റെ കുട്ടിക്കാലത്തെ എൻ്റെ ആഗ്രഹങ്ങളിൽ ബാക്കിയായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇനിയും കൊണ്ടിട്ടാ ഓരോ കാര്യങ്ങൾ പറയാം.